ടെസ്റ്റ് കഴിഞ്ഞിട്ട് പരിപാടിക്ക് പോകാതെ കുതിരളിച്ച് നടക്കുക. ഓനങ്ങനെ നാസാക്കാൻ കുറച്ച് ഏരപ്പം കൂട്ടുകാരന്മാരുണ്ട്. എന്താ പറഞ്ഞു? അന്നെ തന്നെ പറഞ്ഞു എന്റെ ചെറുക്കനെ നാസാക്കുന്ന ഒറ്റ ഒരുത്തനാണ്. ഈ മേലാക്കും ഓന്റെ പന്നെ കണ്ടിട്ടുണ്ട്. എന്റെ കാല് ഞാൻ തച്ചാൻ മുറിച്ചേ കാരണം ഇയാളെ കൊണ്ട് വലിയ ചൊറായല്ലോ. ഇപ്പത്തെ ചെറുക്കന്മാരോട് തമാശ അറിയാൻ പറ്റൂല. ഇതൊന്നും പൊന്തുന്നില്ലല്ലോ രമണിയെ. അപ്പുണ്ണിയേ എന്താ പിടിക്കാ എന്തേ സ്വരം പോരാ കോയെ. പൊന്തിനെടുത്താ പോരെ മനസ്സിനടങ്ങാറാക്കാം. കാൽമക്ക് രാവിലെ തന്നെ മുട്ടിട്ട് കണ്ട് കാലത്തന്നെ മുട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോളാ. എല്ലാം നല്ലതിനാ കോയെ. പൊന്നാരന്റെ ഉണ്ണിയപ്പാ അല്ല അപ്പുണ്ണിയെ എന്റെ ചെറുക്കനെ ഹോസ്പിറ്റലിൽ ഒരു ജോലി വേണം. അത് നോക്കി പറഞ്ഞ എവിടെ നല്ലത്. ഞാനൊന്ന് നക്കട്ടെ. എന്നാ നക്കിട്ടൊക്കെ ഞാൻ വരാം. അല്ല അതല്ലേ ഞാനൊന്ന് നോക്കട്ടെ. ശരി കോയെ ഹോസ്പിറ്റലല്ലേ കോയെ ഡോക്ടർ ആവണോ? വേണ്ട നഴ്സ് ആവണോ? ആവാൻ പറ്റില്ലല്ലോ. എന്നാ ഫാർമസിയിൽ ഒരു ഒഴിവുണ്ട്. അത് തീരെ പറ്റൂല. തീരെ പറ്റൂലെങ്കിൽ മോർച്ചറിയിൽ ഒരു ഒഴിവുണ്ട്. അവിടെ കൊണ്ടുപോയി മോർച്ചറിയിലോ? ഹോസ്പിറ്റലിൽ പിന്നെ ഇതൊന്നും അല്ലാതെ വേറെ എന്ത് ജോലിയാ കിട്ടുക? അതൊന്നല്ല പുണ്ണപ്പിയെ. ഓ എന്നോട് പറഞ്ഞ എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനോ അങ്ങനെ എന്തോന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് ആണോ? ആദ്യം തുമ്പൊന്നും നിക്കൂല കോയ. അതിന് ലാപ്പ് തന്നെ വേണം. ഇതുണ്ടായിട്ടാ നോക്കിക്ക. കൊച്ചിയിൽ എടപ്പള്ളിയില് ലുലു മാളുടെ തൊട്ടടുത്ത് എന്തോന്ന് തെളിഞ്ഞു കാണുന്നുണ്ട്. എന്നാ എന്താ നോക്കാം കോയെ ഫ്യൂച്ചറൈസ് അക്കാദമി. തനിക്ക് നല്ല ഉണ്ടാരോ? അപ്പുറത്തെ വീട്ടിലല്ലേ ഡോക്ടർ ഹുസൈന്. മൂപ്പനോട് പോയി കാര്യം ചോദിക്കാവുന്നല്ലേ? മൂപ്പനാകുമ്പോ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. ആയിക്കോട്ടെ. അതാ നല്ല.